വെള്ളം കാണണം. ദൈവം എന്നെ കൈവിടാതിരുന്നാ മതി. ഉറപ്പുണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുമെന്നുള്ള ഉറപ്പാ. ആ ഇന്നലെ പിന്നെ 4 വണ്ടി ഫോറസ്റ്റുകാരുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ ആന വന്നിരുന്നു. ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ ഇവിടെ തന്നെ റോഡിലുണ്ടായിരുന്നു. രാത്രി ഏകദേശം ഒരു 12 മണിക്ക് ആന വന്നിട്ട് വെളുപ്പിന് 4 മണിക്കാ ആന ഞാൻ ഇവിടുന്ന് ഡിവൈസ് അടിച്ചില്ല. ആന വന്നപ്പോ അടിച്ചു. അപ്പൊ ആന പോയില്ലേ? ഇല്ല, അതങ്ങോട്ട് പോവും. പിന്നെ അവര് വണ്ടി കൊണ്ട് അതിലേ പോവും. പിന്നെ ആന രണ്ടാമത് തിരിച്ച് ഇങ്ങോട്ട് കയറും. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കും. അപ്പൊ ഡിവൈസ് പിന്നെ അങ്ങോട്ട് ഓടിക്കും. അല്ല, ആനയുടെ ലക്ഷ്യം ഇവിടെയാണ്. ഇവിടെ ചക്ക തിന്നാനാവും മിക്കവാറും ആന വരുന്നത്. ആനയുടെ ലക്ഷ്യം ഇതാണ്. ഡിവൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കുന്നു. ഫോറസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കുകയാണ്. അവരങ്ങോട്ട് അക്കരെ കടത്തി വിടാൻ അവര് ശ്രമിക്കുന്നത്. പക്ഷെ അത് അങ്ങോട്ട് കടക്കുന്നില്ല. ഇന്നും ഇവിടെ ഉണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയോ ചേട്ടന്? ഇല്ല, ഇന്ന് ഒന്നും പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ എന്നോട് അവര് വന്ന് പറയൂ. ഇന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. 2 കൊമ്പിനുണ്ട്, 1 മോഴയുണ്ട്. അത് 3 ഒന്നിച്ച് കൂടി നടക്കുന്ന ഒരു ടീമായിട്ട് നടക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലാണ്. നമ്മുടെ രമേശാൻ്റെ വീടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. കൃത്യം ഒരു 3 ദിവസം മുന്നെയാണ് നമ്മൾ രമേശാൻ്റെ വീടിൻ്റെ കിണറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളത് തുടക്കം മുതലേ കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസത്തെ വർക്ക് എത്രത്തോളം എത്തി, എന്താണ് അതിൻ്റെ അപ്ഡേറ്റ്, കിണർ പണി എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാണ്. ഒപ്പം ജിഷോയുണ്ട്. ജിഷോയുടെ കൂടെ നമ്മളവിടെ പോയി ജിഷോയി അലാം സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഉദ്ദേശം കേട്ടോ. ഏതായാലും കിണറിൻ്റെ പണി നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. കിണറിൻ്റെ പണി ഇതാ ഒരു കൂമ്പാരം ഒരു കൂമ്പാരം മണ്ണ് ഇവിടെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ജിഷോ ഇവിടെ ഉണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നായിരുന്നു കേട്ടോ. അതെ, പറഞ്ഞില്ലേ നീ ആന വരികയും ചെയ്തു. ആന പേടിച്ച് കാറിക്കൊണ്ട് ഓടിയെന്ന് പറഞ്ഞു. അതെ. അപ്പം നീ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോടും ചോദിച്ചു നോക്കട്ടോ. അവർ കൃത്യമായിട്ട് പറയും. ഓക്കെ. അതെ. ഏതായാലും ഡിവൈസ് ഇത് അവിടെ ഇരിപ്പുണ്ട് പറഞ്ഞാൽ അവിടെ ഡിവൈസ് ഒക്കെ ഓക്കെയാണ്. ചാർജ് കയറുന്നുണ്ട്. സിസ്റ്റം ഓൺ ആണ്. അതെ, കാണുന്നുണ്ട്. ലൈറ്റ് കണ്ടോ? ചാർജ് കയറുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. അടിക്കുന്നുണ്ട്. രാത്രി കിണർ പണി കേട്ടോ. കിണർ പണി നന്നായിട്ട് നടക്കുന്നുണ്ട്. കണ്ടോ, മണ്ണ് കുറെ കോരിയിട്ടിട്ടുണ്ട്. പാറയാണ്, ഏകദേശം പാറ പോലത്തെ പേരുണ്ട് പണിക്കാരെ. അവിടെയാണല്ലേ കിണർ കുഴിക്കുന്നത്. വേഗം വെച്ചിട്ട് ഏതായാലും രമേശേട്ടാ എന്തായി? നടക്കുന്നില്ലേ? ഇത് തന്നെ കിണറൊന്ന് കാണട്ടെ കേട്ടോ. അതിന് പണിയുന്നവർ നല്ല വൃത്തിയായിട്ടാണ് പണിയുന്നത്. നോക്കിയാൽ റിങ് പോലെ ആക്കി വെച്ചേക്കുന്നത്. അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടാണ് പണിയുന്നത്. നല്ല പാറയായതുകൊണ്ട് നല്ല വെള്ളമായിരിക്കും എന്തായാലും. അതെ. വെട്ടുകല്ലടക്ക് മൊത്തം. അതെ, വെട്ടുകല്ലെന്ന് പറയേ ഇവിടെ ഈ നാട്ടില്. നല്ല വെള്ളമായിരിക്കും. വൃത്തിയായിട്ടല്ലേ പണിയുന്നത്? പണി നല്ല വൃത്തിയുണ്ട്. വൃത്തി പണിയാണ്. 7 കൊല്ലം തത്തിയ വെള്ളം കിട്ടുണ്ടാവില്ലേ? അതെ. ഇതിപ്പോ എത്ര കൊല്ലമായി കാണും? 3ാമത്തെ കൊല്ലം നടക്കണം. 2 കൊല്ലം കഴിഞ്ഞു. 3 തികഞ്ഞില്ല. 3ാമത്തെ അല്ലേ? 3 കഴിഞ്ഞോ? മണ്ണും കൂടെ എടുത്താൽ വെട്ടുകല്ലിന്റെ പോലത്തെ കല്ലായതുകൊണ്ട് സമയം എടുക്കുന്നുണ്ട്. എന്തായാലും പണി നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. വെള്ളം കിട്ടി കഴിഞ്ഞാൽ ഒരു 2 നന്നാവും. അടിപൊളിയായിട്ടോ. ഞാൻ ഇത്രയും ഇന്നലെ ഒരു ദിവസം നമുക്കിവിടെ എത്താൻ സാധിച്ചില്ല. ഏതായാലും കണ്ട ഒരു സന്തോഷം. അവർ ചെയ്ത നല്ല ഐഡിയ ഒക്കെ അല്ലേ ചെയ്യുന്നല്ലേ? പിന്നെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കിട്ടി. ഞാനിവിടെ ഇങ്ങനെ ഭാവനയെ കാണുമോ ഇവര് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം കോരുന്നിരുന്നു. അതെ, അത് തന്നെയാണ് സ്വപ്നം. എന്റെ കാട്ടി റൈറ്റ് ആയിട്ടുണ്ടാവും ഇതില്. അതെ. ഇടയ്ക്ക് ഇറങ്ങിയാലേ അല്ല അതൊന്നും അതുണ്ടാവും. ചാടി നോക്കണം. ഒരു 10 കോലെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് 3 കോലേ ആയിട്ടുള്ളൂ. അതല്ല ഇപ്പൊ തന്നെ. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇത്രയും തന്നെയും പിന്നെ അതിന്റെ ഒരു പകുതിയും കൂടെ അല്ല. അതെ. ഇതിപ്പോ ഒരു 2 കൊല്ലം 3ാമത്തെ കൊല്ലം നടക്കണം. ഇപ്പൊ ഒരു മീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1.5 മീറ്റർ 2 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. 2 മീറ്റർ മൊത്തം 5-6 മീറ്റർ ഉണ്ടാവും അല്ലേ? 7 മീറ്റർ വരും. 7 കൊല്ലം 7 മീറ്റർ അല്ലേ? അല്ല, 7 9 മീറ്ററെങ്കിലും താത്തേണ്ടി വരും. കാരണം വേനലിക്ക്. അതെ. അവരാ ബുദ്ധിമുട്ടങ്ങ് മാറ്റം വെള്ളത്തിന്റെ അല്ലേ? കുറച്ച് ഇനിയിപ്പോ ഫുള്ള് പാറയായിരിക്കും. ഇനി ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇവിടെ സൈഡ് ഇങ്ങനെ കെട്ടും ചെയ്യണം. അപ്പോഴാണ് അല്ലെങ്കിൽ ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവികൾ വന്ന് ചാടുന്നതും. അതെ. ജീവികൾ മാത്രമല്ല ഇവർക്കാണെങ്കിൽ പിന്നെ സൗകര്യമാണല്ലോ. ഈ ഒരു സ്ഥലമായതുകൊണ്ട്. അതെ, പിന്നെ തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ വരുമ്പോഴേ ആൽമാർ ഈ ഒരു ഹൈറ്റിലെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായി. ഈ ഒരു ഹൈറ്റിലേക്കാണ് ചേട്ടന് വെള്ളം കോരാനും. ആന അന്ന് എവിടുന്നാ വന്നത്? ഏത് വഴിയാ വന്നത്? ആന എങ്ങനാ വരുന്നത്? രാത്രി. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ പിന്നെ 4 വണ്ടി ഫോറസ്റ്റുകാരുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ ആന വന്നിരുന്നു. ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ ഇവിടെ തന്നെ റോഡിലുണ്ടായിരുന്നു. രാത്രി ഏകദേശം ഒരു 12 മണിക്ക് ആന വന്നിട്ട് വെളുപ്പിന് 4 മണിക്കാ ആന
ഞാൻ ഇവിടുന്ന് ഡിവൈസ് അടിച്ചില്ല ആന വന്നപ്പോ? അടിച്ചു. അപ്പൊ ആന പോയില്ലേ? ഇല്ല, അത് അങ്ങോട്ട് പോവും. പിന്നെ അവര് വണ്ടി കൊണ്ട് അതിലേ പോവും. പിന്നെ ആന രണ്ടാമത് തിരിച്ച് ഇങ്ങോട്ട് കയറും. ഓ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കും. അപ്പൊ ഡിവൈസ് പിന്നെ അങ്ങോട്ട് ഓടിക്കും. അതായത് ഫോറസ്റ്റുകാർ ഇവിടുന്ന് ഡിവൈസ് ഓടിക്കും, അവിടെ നിന്ന് ഫോറസ്റ്റുകാർ ഓടിക്കും. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ വെളുപ്പിന് ഇതിൽ കടത്തി വിട്ടു 4 മണിയായി. ഓക്കെ. ഓ, അപ്പൊ ഇന്നലെ ആന ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഡിവൈസ് അടിച്ചപ്പോ ആന അങ്ങോട്ടാണ് പോയി. അപ്പൊ അവിടെ നിന്ന് ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് തന്നെ ഓടിച്ചു. അപ്പൊ വീണ്ടും ഡിവൈസ് കറിഞ്ഞു, ഇവിടെ അങ്ങോട്ട് തന്നെ പോയി. അല്ല, ഇവിടെ ഡിവൈസ് ഓടിച്ചോളൂ, അവിടെ ഫോറസ്റ്റുകാർ ഓടിക്കുന്ന പോലെ അവസ്ഥയായി പോയി. ആ കുന്നിന് ചക്ക ഉള്ളതുകൊണ്ട് കുന്നിന് എല്ലാം ഇങ്ങനെ പോകുന്നത്. അല്ല ചേട്ടാ, ഇന്നലെ 3 എണ്ണം വന്നത്. 3 എണ്ണം അന്ന് വന്ന 3 തന്നെയാണോ? അതാ 3 എണ്ണം. അന്ന് എവിടെന്നാ വന്നതാന? അന്ന് എന്താ ശരിക്കും ഉണ്ടായത്? ശരിക്കും ഞാൻ അതിന്റെ കഥ കറക്റ്റ് ആയിട്ട് ചേട്ടൻ കൃത്യമായിട്ട് അത് ഞാൻ അങ്ങനെ വരുമ്പോ പിന്നെ ആന ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാ പറ്റിയത്. പുലർച്ചെ ഒരു 5-5:30 6 മണി. ഓക്കെ. ചിലപ്പോ 6:30 7 മണിക്ക് വരെ ആന ഇതിലേ നടന്നു പോകും. ഓക്കെ. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് ആദ്യത്തെ പ്രാവശ്യം അലാറം അടിച്ചപ്പോ രാവിലെ അങ്ങനെ ഇങ്ങോട്ടാ വരുന്നത്. ഇവിടുന്ന് ആന വരുന്നത് രാത്രി. അന്ന് ഫസ്റ്റ് ആന വന്നത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ആന വന്ന് താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വരിക ചെയ്ത്. ഒരു 1-1:30 മണി രാത്രിയായി. അവിടെ നിന്ന് ഇങ്ങോട്ടാ കയറി വന്ന്. ഇങ്ങോട്ടാ കയറിയത്. എന്നിട്ട് ഇതിന്റെ ഒച്ച കേട്ടിട്ട് പിന്നെ ആന അങ്ങോട്ട് തിരിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. ആന അങ്ങോട്ടാണ് പോയത്? ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ടാണോ പോയത്? അല്ല, അങ്ങോട്ട് പോയി. ഫോറസ്റ്റുകാർ എന്നിട്ട് അങ്ങനെ തന്നെ വീണ്ടും ഓടിച്ചു. ഓക്കെ. ആന ഇങ്ങോട്ട് എവിടെ ആന തിരിഞ്ഞു പോയത്? ആന അങ്ങനെ തിരിഞ്ഞത് അതിലെ തന്നെ അങ്ങോട്ട് പോവാ ചെയ്ത്. ഓക്കെ. ഇതിന്റെ ശബ്ദമുള്ളത് കൊണ്ട് അതിങ്ങോട്ട് അധികം ഇറക്കുന്നില്ല. ഓക്കെ. അത് ഇവിടെ തന്നെ തിരിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല. ഇന്നലെ വന്നപ്പോ ഇങ്ങോട്ട് വന്നപ്പോ രാത്രി 1 മണി രാത്രിക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് അന്നേരത്തേനും പിന്നെ ഇത് കരഞ്ഞു ഒച്ച കേട്ട് ഞാൻ ഇറങ്ങുമ്പോഴാണ് ഫോറസ്റ്റുകാർ 3 വണ്ടിയുണ്ട്. 3 എണ്ണം ഇവിടെ, 1 ഇവിടെ ഉണ്ട്, 1 അങ്ങ് താഴെയുണ്ട്. എന്നിട്ട് ആനനെ അങ്ങോട്ട് വിട്ടു. പിന്നെ ആന പോയ പുഴയ്ക്ക് വണ്ടി എടുത്താൽ പോകുമ്പോൾ ആന രണ്ടാമത് തിരിച്ചു പോയി. ഇത് കരഞ്ഞപ്പോഴത്തേനും പിന്നെ ആന അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി. സത്യം പറഞ്ഞാല് ഫോറസ്റ്റ് അവിടെ നിന്ന് ആന ഓടിക്കുന്നുണ്ടാവും, ആന ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഇവിടുന്ന് ഡിവൈസ് ആനനെ അങ്ങോട്ട് ഓടിക്കുന്നുണ്ട്. അതിലങ്ങോട്ട് കടത്തിവിടാൻ വേണ്ടിയാ ഫോറസ്റ്റിലേക്ക് അവര് കളിക്കുന്നത്. അതെ. ആന അങ്ങോട്ട് കടക്കില്ല. ആന ഒരിക്കലും ആനയുടെ ലക്ഷ്യം ഇങ്ങോട്ടാണ്. അല്ല, ആനയുടെ ലക്ഷ്യം ഇവിടെയാണ്. ഇവിടെ ചക്ക തിന്നാനാവും മിക്കവാറും ആന വരുന്നത്. ആനയുടെ ലക്ഷ്യം ഇതാണ്. അപ്പൊ ആന ഇങ്ങോട്ട് വരുന്നിട്ട് ഇവിടെ തിരിയുന്നില്ല. അപ്പൊ ഫോറസ്റ്റ് ഇവിടെ ഡിവൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കുന്നു. ഫോറസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കുകയാണ്. ശരിക്കും ഫോറസ്റ്റുകാർ ഈ ഒരു റൂട്ട് അങ്ങ് അവിടെ കട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആന ഇങ്ങോട്ട് വരുന്നേ നിൽക്കാൻ പറ്റും. ആന മതിൽ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ അതുവരെ അതെ, അതല്ല എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ഇവർ ഇതുകൊണ്ട് സേഫ് ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഫോറസ്റ്റ് അവിടെ നിന്ന് ഓടിച്ച ആന വേറെ വഴി കൂടെ തെന്നാതെ ഈ വഴി തന്നെ വന്ന സ്ഥിതിക്ക് അതെ ഇവിടെ ഇത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വലിയ കാര്യം. അല്ലെങ്കിൽ അവരങ്ങോട്ട് അക്കരെ കടത്തി വിടാൻ അവർ ശ്രമിക്കുന്നത്. പക്ഷെ അത് അങ്ങോട്ട് കടക്കില്ല. പെട്ടെന്ന് പോവില്ല. നിൽക്കൂ. ഇന്നും ഇവിടെ ഉണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയോ ചേട്ടന്? ഇല്ല, ഇന്ന് ഒന്നും പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ എന്നോട് അവര് വന്ന് പറയൂ. ഇന്നൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അവിടെയൊക്കെ വീടുണ്ട്, അവര് വന്ന് പറയും. ഇന്നലെ പറഞ്ഞു ആന എവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, ഇന്നലെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഓ, അപ്പൊ ഓടിച്ച ആന ആ 3 എണ്ണം തന്നെയാണ്, മറ്റേ മോഴയല്ല. 2 കൊമ്പിനുണ്ട്, 1 മോഴയുണ്ട്. അത് 3 ഒന്നിച്ചു കൂടി നടക്കുന്ന ഒരു ടീമായിട്ട് നടക്കുന്നത്. ഓക്കെ. ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വെച്ചാൽ ദിവസം 2 ദിവസം തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമാധാനമുണ്ട്. ഇനി പേടിക്കേണ്ട. ആന വന്നാലും സാധനം ഓടിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് ഓടിച്ച ആന ഒരിക്കലും റീറൂട്ട് ചെയ്ത് പോവില്ല. നേരെ ഇങ്ങോട്ട് കയറേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും പോവുള്ളൂ. കാരണം ഇത് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് സത്യം അങ്ങോട്ട് കയറാതെ രക്ഷപ്പെട്ടത് വലിയ സന്തോഷമായി. രമേശേട്ടാ, കിണറിന്റെ പണി എന്തായി? കിണറിന്റെ പണി നടക്കുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അല്ലേ? എന്തായാലും നല്ല വൃത്തിയായിട്ടാട്ടോ ചെയ്യുന്നവര്. ഇഷ്ടപ്പെട്ടു സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ നമ്മൾ ഈ ആഴ്ച പക്ഷെ ഇങ്ങനെയൊക്കെ ഇത്ര വൃത്തിയായിട്ട് ചെത്തോന്നേ ഞാൻ അറിഞ്ഞില്ല. ഏതായാലും നല്ല ഭംഗിയായിട്ട് തന്നെ രാജീവന് ഇതിന്റെ എല്ലാ പണി അറിയുന്നല്ലേ? പണി അറിയാം. കിണറ്റിലേക്ക് ഇറങ്ങി കെട്ടുന്നവനാണ് എല്ലാ പണിയും എടുക്കുന്നത്. കൊള്ളാം. നല്ല പണി. ഏതായാലും നന്നായി, ഇത്ര വൃത്തിയായിട്ട് വന്നല്ലോ. നമുക്ക് വെള്ളം കാണൂലേ? വെള്ളം കാണണം. ദൈവം എന്നെ കൈവിടാതെ ഇരുന്നാൽ മതി. ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് വെള്ളം കിട്ടുമെന്നുള്ള ഉറപ്പാ. ആണല്ലേ? പിന്നെ വേറെന്തൊക്കെയുണ്ട്? പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനെ സമാധാനമായി എന്തായാലും എനിക്ക്. അതെങ്ങനെ വെച്ചാണല്ലേ? അല്ലാണ്ട് വളരെ പോക്ക് കണ്ടിട്ട് എന്തായാലും ഒരു 8 ദിവസം എന്റെ പ്രതീക്ഷ പിന്നെ ഒരു 8 കോലിൽ ഇവിടെ വെള്ളം എനിക്ക് കിട്ടുമെന്നായിരുന്നു എൻ്റെ. അന്നേരം ആശാരി എന്നോട് പറഞ്ഞു 8 കോലിൽ എന്തായാലും ഒരു 9.5 കോലെങ്കിലും താഴേണ്ട വരുമെന്ന്.
അപ്പോൾ 10 കോലിൽ നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രതീക്ഷ 8 കോലാ. നമുക്ക് ഏതായാലും നോക്കാം എന്താ സ്ഥിതി. അപ്പോൾ ഏതായാലും നമ്മുടെ ഡിവൈസിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ക്യാമറ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ രാത്രി എങ്ങനെ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇത് അടിക്കുമ്പോൾ ആന ഓടിപ്പോകുന്ന ആ രംഗമൊക്കെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ക്യാമറ ഇവിടെ വെക്കാനായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. കാരണം ഇവരുടെ അവസ്ഥ നമ്മൾ രാത്രിയിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ രാത്രിയിൽ നമുക്ക് ഇവിടുത്തെ അവസ്ഥ ഒന്ന് അറിയാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. കല്ല ഇത് കല്ലടാ. ഈ കല്ലായി കിട്ടും. ആ സൈഡിൽ നിന്ന് കുത്ത്. ആ സൈഡ് അങ്ങോട്ട് എടുത്തു. അങ്ങനെ കിട്ടും. കിട്ടില്ല. ആ സൈഡിൽ നിന്ന് കുത്ത്. ഒന്നുകൂടെ അതന്നെ. നമ്മളിവിടെ ഏതായാലും ഒരു ക്യാമറ സെറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസിൻ്റെ ഒരു വർക്കിംഗ് മനസ്സിലാക്കാനും രാത്രിത്തെ ഇവിടുത്തെ എന്താണ് സംഭവം എന്നുള്ളത് പ്രതികരണം കാണിക്കാനും, പിന്നെ രാത്രിത്തെ ഇവർ പറയുന്ന ഈ ഒരു അവസ്ഥ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഏതായാലും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ആന ഇവർ ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് ഓടിക്കുമ്പോഴും ഇങ്ങനെ പോകുന്നില്ല. ഈ ഒരു റൂട്ട് അതൊരു ഭയങ്കര ഭീകര, ഫോറസ്റ്റുകാർക്കും ബുദ്ധിമുട്ടാണ്, ഇവർക്കും ഭയങ്കര പ്രശ്നമായിരിക്കില്ലേ. കാരണം ആനവര് തീരാനും വരാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും നമുക്കിതൊന്ന് വെച്ച് നോക്കാല്ലേ. അതെ, തീർച്ചയായിട്ടും ഇന്നത്തെ രാത്രി കാഴ്ച എന്താണെന്ന് അറിയാലോ ഇവിടെ. ഇന്നലെ വന്നുകൊണ്ട് ഡിവൈസ് അടിച്ചത് ഇന്ന് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ, 2 കൊമ്പനും 1 മോഴയും കൂടിയിട്ടാണ്. ആ മോഴനെ ആവും മറ്റേ അനീഷ്. അതെ, ആ മോഴയാണ് ഒറ്റ വലിയ മോഴ, വലിയ സാധനം. മതി. പിന്നെ ഒത്തിരി കുഴിയായി പോകും, ഹൈറ്റ് പോയി പോകും. ഹൈറ്റ് പോയി ഓൾറെഡി. ഇത്രയൊന്നും വേണ്ട. അയ്യോ, താന്നു വേണം. ഇങ്ങനെ വെക്കാം. ഇച്ചിരി പൊക്കി നോക്ക്. വെച്ചിട്ട് നോക്കി നോക്കാം. ഹൈറ്റിലല്ലേ? ഇച്ചിരി പൊക്കണടാ. ഈ ലെവലിൽ നിൽക്കണം. കല്ലെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു കല്ലം എടുത്തിട്ടോ. ആടാ കാറ്റ് മറയണ്ട. ഇങ്ങനെ ഇടുന്നോട്ടാ. തീരെ താന്നു പോയില്ലടാ. നല്ല താന്നു. ഇച്ചിരി പൊക്കി വെക്കണ്ടേ. കാര്യം പറഞ്ഞ ഹൈറ്റിലാണ്, സമ്മതിച്ചു. പക്ഷെ എന്നാലും ഇങ്ങനെ എന്നാലോ ഈ ലെവലിൽ കിട്ടണല്ലേ. നമ്മുടെ ഒരാളുടെ പൊക്കത്തിലെങ്കിലും ഇരിക്കുന്നത്. അപ്പോൾ കമ്പൊന്നും കൂടി വലിപ്പം വേണം. കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റൂല അത്. ഫോണിൽ നോക്കേ. അത് കറക്റ്റാടാ. വീട്ടിൽ പോയി പിടിക്കണം. അപ്പോൾ നമ്മളേതായാലും ക്യാമറ സെറ്റ് ചെയ്തു കേട്ടോ. ക്യാമറ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ രാത്രി കാഴ്ച എന്താണെന്നുള്ളത് നോക്കിയോ. പ്രവർത്തനങ്ങളല്ലേ. അതെ, തീർച്ചയായിട്ടും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 2 ദിവസം മുൻപ് ആന വന്ന് ഡെയിലി ആന വരുന്നുണ്ട്. നമ്മൾ ഒരാളെ മരണത്തിനിടയാക്കി ആന കൂടി ഇതിനുള്ളിലുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ എന്താണത് വന്നിട്ടൊക്കെ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, ഈ പരിസരത്തേക്ക് അത് മൂവ്മെന്റ് ഉണ്ടോ, അതൊക്കെ നമുക്ക് നോക്കാം. വേറെ ഏത് ജീവി വരുന്നുണ്ടെങ്കിൽ അതും അറിയാലോ. എന്തായാലും നമുക്ക് ക്യാമറയുടെ ഫസ്റ്റ് ഡേ നോക്കി നോക്കാം. വളരെ മനോഹരമായിട്ട് ആ കിണർ പണിതിരിക്കുകയാണ്. ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ അതിൻ്റെ ആ ഫസ്റ്റത്തെ റിങ്ങിൻ്റെ പണി നടക്കുമ്പോഴാണ് ഞാനത് കണ്ടത്. അന്നത്ര ഷേപ്പൊന്നും ഇല്ല. ഏതായാലും ഇപ്പോൾ 4 പേര് അവർ ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവരേതായാലും വളരെ ഭംഗിയായിട്ട് സംഭവം പണിത് താത്തുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കിണറിൻ്റെ പണി വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാകും. അവർക്ക് വെള്ളം കാണട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നുള്ളൂ. കാരണം അവരുടെ ആ കഷ്ടപ്പാട്, ആ വെള്ളം എത്രയും പെട്ടെന്ന് കിട്ടുക, അവരുടെ ആ ബുദ്ധിമുട്ട് മാറട്ടെ, അത് ഉദ്ദേശം തന്നെയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് സ്പോൺസർ ചെയ്തത് മേഴ്സി ചേച്ചിയാണ്. മേഴ്സി ചേച്ചിയല്ല, മേഴ്സി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ അടുത്ത എപ്പിസോഡിലൂടെ അറിയിക്കാം. അപ്പോൾ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡാണ് അതിനുവേണ്ടി പൈസ മുടക്കിയതെന്ന്. ഏതായാലും മേഴ്സി ചേച്ചിയുടെ ഹസ്ബൻഡിനും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഏതായാലും നമ്മളിനി വരും ദിവസങ്ങളിൽ ഇത് സെറ്റാക്കും. മാത്രമല്ല നമ്മൾ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയും നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. അത് ക്രിസോൺ എന്ന് പറഞ്ഞ USA തന്നെയുള്ള ഒരു ചേട്ടനാണ് അത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ നമ്മളത് ക്യാമറ ഇവിടെ വെച്ച് നമ്മളതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കുവാണ്. അപ്പോൾ എന്താണ് സ്ഥിതി എന്ന് അറിയത്തില്ല. റേഞ്ചിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷ്വൽ കിട്ടുമോ. ഭയങ്കരമായിട്ട് റേഞ്ചിൻ്റെ വിഷയം വരുന്നുണ്ട്. പലപ്പോഴും റേഞ്ച് കിട്ടാറില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിതേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. അപ്പോൾ രാത്രിയത്തെ ഈ ഡിവൈസിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്ഥിതിയൊക്കെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.